Let us do the fourth lesson, basic geometrical ideas. ഇത് കുറച്ച് ഈസി ലെസൺ ആണ്, നമുക്ക് വേഗം ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ലെസണിൽ ജോമെട്രി ആസ് എ ന്യൂ സബ്ജക്റ്റ് വി ആർ ഗോയിങ് ടു ബിഗിൻ. ഇതുവരെ മാത്സ് എന്ന് പറഞ്ഞാൽ കുറേ ടേബിൾസ് ബൈ ഹാർട്ട് ആക്കുക, നമ്പേഴ്സ് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, അതൊക്കെ തന്നെ ആയിരുന്നു പണി. ഇനി ജോമെട്രി പറയുമ്പം കാര്യങ്ങൾ കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, ഇതിൽ ആഡ് സബ്ട്രാക്ട് അതൊക്കെ പിന്നെ മാത്സിന് എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അതുണ്ടാവും ഇതിൽ. പക്ഷേ നമ്മൾ ഇനിയും പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത് ജോമെട്രി വുഡ് ബി സ്റ്റഡി ഓഫ് ഷേപ്സ് ആൻഡ് ഓൾ. അപ്പോൾ പല ഷേപ്സ് ഉണ്ടാവും, ആ ഷേപ്സിൻ്റെ പേരെന്താണ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അവരുടെ പാർട്സ് എന്താണ്, അതൊക്കെ നമുക്ക് പഠിക്കണം ഇനി. അപ്പോൾ ജോമെട്രീന്ന് ഫസ്റ്റ് തുടങ്ങുമ്പോൾ ലെറ്റ് us begin with the basic. ഓക്കെ, എല്ലാത്തിനും പേര് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് പഠിച്ച് we are going to begin. So first, whenever you are drawing anything on the paper, the first thing that you make is what? Yes, it is a point. So we begin with a point. So I have made these 2 points for you. But this in geometry, they are of much importance. Okay. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഇപ്പോൾ 2 പോയിൻ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഏത് പോയിൻറ്റിനെ പറ്റിയിട്ടാണ് അറിയണമെങ്കിൽ ആ പോയിൻറ്റിനൊരു പേര് കൊടുക്കണ്ടേ. അപ്പോൾ ഫസ്റ്റ് ലെറ്റ് us give the points a name. So we have the points A and B. So point A, point B. അപ്പോൾ ഇങ്ങനെയാണ് വി ലേബിൾ ദ നെയിംസ് ഫോർ പോയിൻറ്റ്സ്. യു ക്യാൻ ഗിവ് ദം എനി നെയിം. ഓഫ് കോഴ്സ് യു കനോട്ട് കോൾ ദം രാമു ആൻഡ് ഷാമു. എന്തെങ്കിലും ഒരു ലെറ്റർ അങ്ങനെ പേര് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇ, എഫ്, ജി, എച്ച്, എൽ, എക്സ്, വൈ, സെഡ്, പി, ക്യു, ആർ, എനിത്തിങ്. ഓക്കെ, അപ്പോൾ ഒരു പോയിൻറ്റിന് യു ഹാവ് ടു ലേബിൾ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Because when we are writing about information about them, the reader should know which point you're referring to. അപ്പോൾ എല്ലാ പോയിൻറ്റിനും ഒരു പേര് വേണം. So here I have given names A and B. Now if I join these 2 points, we say we get a line. But geometrically when you say, you should say we got a line segment. So this is line segment AB. ഒരു വലിയ ലൈൻ്റെ ഒരു കഷ്ണമാണിത്. ഇതിന് വലിയ ലൈൻ പറയാൻ കാരണം എന്താണ്? ഇവിടുന്ന് ലൈൻ എങ്ങനെയാണ് എക്സ്റ്റെൻഡായി വലുതായി പോവാം, ഈ സൈഡിൽ നിന്ന് എക്സ്റ്റെൻഡായി പോവാം. സോ ബട്ട് ദെൻ ഇറ്റ് ഈസ് കൺഫൈൻഡ് ഇൻസൈഡ് 2 പോയിൻറ്റ്സ്. ഇതിന് ബൗണ്ടറി ആയിട്ട് 2 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ആവാൻ പറ്റാത്തൊരു ലൈനാണ്. So we call it as line segment. Okay, which has 2 points as end points. That segment is called as a line segment. അപ്പോൾ ഇതിനെ പറയുക ലൈൻ സെഗ്മെൻറ്റ് എ ബി. ഇനി നമുക്ക് ലൈൻ ആണ് വേണമെങ്കിൽ നമ്മൾ എന്താക്കണം? വി ഷുഡ് റിപ്രസെൻറ്റ് ഇറ്റ് വിത്ത് ആരോ മാർക്സ് ലൈക്ക് ദിസ്. ഇപ്പോൾ 2 സൈഡിലും ആരോ മാർക്ക് ഇട്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ക്യാൻ ഗോ ഓൺ എക്സ്റ്റെൻഡിങ് ഓൺ ഈതർ സൈഡ്. സ്ട്രേറ്റ് ലൈനായിട്ട് പോകാൻ പറ്റും. സോ ദാറ്റ് വിച്ച് നെവർ എൻഡ്സ്. ആ ആരോ മാർക്ക് അതാ കാണിക്കുന്നത്. ഇറ്റ് വിൽ നോട്ട് എൻഡ് എനിവെയർ. അങ്ങനെ ആരോ മാർക്ക് ഉള്ള സംഭവമാണ് ലൈൻ എന്ന് വിളിക്കുക. ആരോ മാർക്ക് ഇല്ലാതെ വരും ഫിനിഷിംഗ് എഡ്ജസ് ആണെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് ലൈൻ സെഗ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ലൈനും നമുക്ക് ലൈൻ എ ബി എന്ന് പറയാം. ബിക്കോസ് പോയിൻറ്റ്സ് എയും ബിയും ആ ലൈനിൽ തന്നെയാണ്. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ലൈൻ എ ബി. ഈ ലൈൻ സെഗ്മെൻറ്റും ലൈനും കൂടാതെ ഇനിയൊരു സംഭവം നമ്മൾ കാണാനുണ്ട്. ഒരു സൈഡ് പോയിൻ്റ് ഉണ്ട്, മറ്റേ സൈഡ് ആരോ മാർക്ക് ഉണ്ട്. അതിനെ പറയാം റേ. ഓക്കെ, ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ റേ ഓഫ് ദ സൺ റേസ് എന്താണ്? ഇറ്റ് സ്റ്റാർട്ടിങ് ഫ്രം ദ സൺ. നോ, സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇസ് ഫിക്സഡ് and the rays are coming indefinitely, so we call it as rays of sun. അതേപോലെ റേ പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫിക്സ് ആണ്, പിന്നെ അതിങ്ങനെ നീണ്ടുകൊണ്ട് എത്ര ദൂരം പോവാന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇൻഫിനിറ്റ്ലി ഇറ്റ് വിൽ ഗോ. സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് റേ. അപ്പോൾ റേനെ നമ്മൾ പേര് എഴുതണമെങ്കിൽ ദ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിനെ ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് ദെൻ എനി പോയിന്റ് ഓൺ ദാറ്റ് റേ വി ക്യാൻ സേ. സോ ഹിയർ ഇൻ ദിസ് ഡയഗ്രാം വി ഹാവ് ഇറ്റ് ആസ് റേ എ ബി. So this is how we denote whatever we studied about. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുമ്പം എങ്ങനെ എഴുതും? സെഗ്മെൻറ്റ് എ ബിന് യു റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ് വിത്ത് എ ലൈൻ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. യു റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്, സെഗ്മെൻറ്റ് എ ബി. ഓക്കെ, ദെൻ ലൈൻ എ ബിന് എങ്ങനെ എഴുതും? വിത്ത് എ ആരോ ഹെഡ്, ബോത്ത് സൈഡ് ആരോ കാണിച്ചിട്ട് അങ്ങനത്തെ ലൈൻ എഴുതുക. ദാറ്റ് ഈസ് ലൈൻ എ ബി. പിന്നെ റേ എ ബിനെ എങ്ങനെ? യു ഹാവ് ടു പുട്ട് ആൻ ആരോ മാർക്ക് ഓൺ വൺ സൈഡ് ആൻഡ് എ ഡോട്ട് ഓൺ ദ അതർ സൈഡ്. സോ ദാറ്റ് ഈസ് യുവർ റേ എ ബി. So you have to like that represent the segment or line or a ray.
അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ ആയിരിക്കും. ഒരു ഫിഗർ തരും, അതിൽ നോക്കിയിട്ട് ഇതിൽ റേ ഏതാണ്, ലൈൻ ഏതാണ്, സെഗ്മെൻറ്റ് ഏതാണ്, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങളത് ആൻസർ എഴുതുമ്പം ഇതിങ്ങനെ മാർക്ക് ചെയ്ത് എഴുതണം. ലൈൻ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മേലൊരു വര വിത്ത് 2 ആരോ മാർക്സ് ഓൺ ബോത്ത് സൈഡ്സ്. റേ ചോദിക്കുകയാണെങ്കിൽ പേര് എഴുതിയിട്ട് അതിൻ്റെ മേലെ ഒരു വര വിത്ത് 1 ആരോ അറ്റ് വൺ സൈഡ് ആൻഡ് എ പോയിന്റ് അറ്റ് ദ അതർ സൈഡ്. സെഗ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ വെറും ഒരു വര മറിച്ചു കൊടുത്താൽ മതി. So this is how you draw the lines. ഇനിയിപ്പോൾ ഈ ലൈൻസിനെ പറ്റി പറയുമ്പോൾ we are talking about 2 lines. Then what all are the cases? The 2 lines cut each other like this. That is one case. അല്ലേ? ഈ 2 lines can cut each other. Such lines are called intersecting lines. Such lines are called as intersecting lines. അപ്പോൾ ഈ first pair of lines, they are intersecting here. These lines are intersecting here. These lines are intersecting here. So these are an example of intersecting lines. Now my question is, are these intersecting lines? Looking at it first, നമ്മൾ മനസ്സിൽ വരാ ഇല്ല അത് ടച്ച് ആവണില്ലല്ലോ, അപ്പോൾ ഇൻ്റർസെക്റ്റിംഗ് അല്ല. ബട്ട് ദെൻ വി ആർ റോങ്. വൈ? ബിക്കോസ് ഈ ലൈൻ വന്ന് എക്സ്റ്റെൻഡ് ആവാൻ പറ്റുന്ന ലൈനാണ് അല്ലേ. ലൈൻ ക്യാൻ എക്സ്റ്റെൻഡ് ഇൻഡെഫിനിറ്റ്ലി. If we consider that this line extends like this here and this line extends like this here, it will come and meet here, no? So this will be a point of intersection. So we say these are intersecting lines. ഓക്കെ. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പം എന്താ കാണുന്നത്, ഈ സൈഡ് ഇവർ ദൂരമാണ്. ഇപ്പോൾ ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ അവർ ഒരിക്കലും മീറ്റ് ആവില്ല. ദേ വിൽ നെവർ മീറ്റ് ഹിയർ. ബട്ട് ദെൻ ഇവിടെ നോക്കൂ, അവരുടെ ഡിസ്റ്റൻസ് ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. അപ്പോൾ ലാസ്റ്റ് ദേ ആർ ഗോയിങ് ടു മീറ്റ് സംവെയർ. അപ്പോൾ ദീസ് ലൈൻസ് ആർ ഓൾസോ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ്. അപ്പോൾ ഇതൊരു കേസാണ്. 2 ലൈൻസ് നിങ്ങളെടുത്ത് തരാനെങ്കിൽ അവർ ഒരിക്കലും ഇൻ്റർസെക്റ്റ് ആവില്ല നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ അതിനൊരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാവണം. അതെന്തായിരിക്കണം? ആ 2 ലൈൻസ് തമ്മിലുള്ള വ്യത്യാസം ഏത് നേരം ഒരേപോലെ ആയിരിക്കണം. കുറഞ്ഞ് വരാണെങ്കിൽ അത് ഉറപ്പായിട്ട് അതൊരു മീറ്റ് ആവും. കൺസിഡർ ദീസ് 2 ലൈൻസ്. അപ്പോൾ ഈ 2 ലൈനിൽ നിങ്ങൾ നോക്കുമ്പം ദ ഡിസ്റ്റൻസ് ഇസ് കണ്ടിന്യൂസ്ലി സെയിം അല്ലേ. ഒരു റെയിൽവേ ട്രാക്ക് ഒക്കെ നോക്കുമ്പോൾ എങ്ങനെയുണ്ട്, കണ്ടിന്യൂസ്ലി ദേ ആർ സെയിം ത്രൂ ഔട്ട്. സോ ദേ ആർ ദ ലൈൻസ് വിച്ച് വിൽ നെവർ മീറ്റ്. സച്ച് ലൈൻസ് ആർ കോൾഡ് ആസ് പാരലൽ ലൈൻസ്. അപ്പോൾ ഈ പേര് നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മ വെക്കണം. ഇനി ഹയർ ക്ലാസ്സസിൽ ഇത് പിന്നെയും യൂസ് ആവാൻ പോണതാണ്. സച്ച് ലൈൻസ് വിച്ച് നെവർ മീറ്റ് ഈച്ച് അതർ, ദേ നെവർ ഇൻ്റർസെക്റ്റ്. Such lines are called as parallel lines. Exercise 4.1, first question, what they are asking, use the figure to name 5 points. അപ്പോൾ ഈ ഫിഗർ യൂസ് ചെയ്തിട്ട് 5 പോയിൻറ്റ്സിനെ നെയിം ചെയ്യണം. സോ വാട്ട് ക്യാൻ വി നെയിം? യു ക്യാൻ റൈറ്റ് D, point D, point E, point O, point C, point B. You have to name a line. So name a line. What line can you use? This line you can name. So any one they are asking. So you can name it as DE എന്ന് പറയാം, DB എന്ന് പറയാം, anything you can say. They are asking you to name 4 rays. I will show you the answers written also because children in answer you have to use this segments. അങ്ങനെ സെഗ്മെൻറ്റ്സ് കാണിച്ചിട്ട് എഴുതണം കേട്ടോ. BD പറഞ്ഞാൽ മേലെ ആരോ മാർക്ക് ഇട്ട ലൈൻ കാണിക്കണം. BD എന്ന് എഴുതാം, DB, that was your lines. And then they ask for rays. Then the next question they are asking you 5 line segments. അപ്പോൾ line segments കാണിക്കുമ്പം you have to show it as straight lines like this. Okay, let us do the next question. Name the line given in all possible 12 ways. അപ്പോൾ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ആ ലൈനിൽ പോയിൻറ്റ്സ് A, B, C, D മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് you have to pick out 12 line segments name. So you can just check out all 12 possibles is given in this answer here. Okay, the next question for this picture is given and they are asking a line containing point E. അപ്പോൾ ഏത് ലൈനിലാണ് പോയിന്റ് E ഉള്ളത്? So this line, no? So that line's name we are writing as EF. Okay, see the next question, line passing through A. Which line is passing through A? Yes, your line AE is passing through A. Now see the third question, line on which O lies. ഇപ്പോൾ O ഏത് ലൈനിലാണ്? ഈ ലൈനിൻ്റെ പേര് എന്താ? CB or BC or BO, എന്ത് വേണമെങ്കിലും പറയാം ആ ലൈനിൻ്റെ പേര്. ഓക്കെ, സോ ദ ലൈൻ ത്രൂ വിച്ച് ഓൺ വിച്ച് O lies you can see it as BC or BO you can say. Next they are asking 2 pairs of intersecting lines. 2 pairs of intersecting lines ഇതും ആവാം, ഇല്ലെങ്കിൽ ഇതും ആവാം.
So I've written CO or AE. അങ്ങനെ ലൈനിനെ പറ്റി എഴുതുമ്പോൾ മേലെ ആരോ മാർക്കിൽ വര കാണിച്ചു കൊടുക്കണം. And AE or EF. Like that you can write. Your next question is asking you how many lines can pass through one given point. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പോയിൻ്റ് ഉണ്ട്, ആ പോയിൻ്റ് കൂടി എത്ര ലൈൻസാണ് പാസ് ചെയ്യാൻ പറ്റുക. സോ ചിൽഡ്രൻ ജസ്റ്റ് സീ ദർ ആർ ഇന്യൂമറബിൾ ലൈൻസ്. ഓക്കെ, മെനി ലൈൻസ്, ഒരു പോയിൻ്റ് കൂടി മെനി ലൈൻസ് ക്യാൻ പാസ്. സോ ദ ആൻസർ ഇസ് ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് എ ഫിനിഷിംഗ് നമ്പർ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇൻഫിനിറ്റ്. ബിറ്റ്വീൻ ടു പോയിൻറ്റ്സിൻ്റെ മേലെ കൂടി എത്ര ലൈനാണ് പോകാൻ പറ്റുക? The answer is only one line can pass through 2 points. So answer is one line can only pass through 2 given points. Okay, you have to draw a rough figure in which you can show the following things. So first they are asking you to draw a line AB. അപ്പോൾ ഒരു ലൈൻ വരയ്ക്കുക, അതിന് ആരോ മാർക്സ് കാണിച്ചു കൊടുക്കുക. And then asking you to draw a point P that lies on AB. So this, like this, you can mark the point P. Okay. Then they are asking XY and PQ intersect at M. So you have to show two lines XY and PQ. But you just label it as XY PQ and then you show that they are intersecting at M. Then you have line L contains EF but not D. അപ്പോൾ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ആ ലൈനിൻ്റെ ആരോ മാർക്സ്, ഓൾവേസ് ഡ്രോ ആരോ മാർക്സ് ഫോർ ലൈൻസ്. പിന്നെ ആ ലൈനിൻ്റെ പേരാണ് L. Okay, so you label it as L. And then you have to make 2 points such as E like this, and you can label it as E and F, and but not D. അപ്പോൾ D പുറത്ത് വെക്കുക, D അതിൻ്റെ പോയിൻ്റ് അല്ല. അപ്പോൾ like this you can show. Next they are asking OP and OQ meet at O. ഒരു ലൈൻ OP വരച്ചു, next line is OQ, അപ്പോൾ it is starting from O only. Okay, so this is how you draw your next line. So they are meeting at O, so you can show the starting point as O. Okay, your next question is a true or false question. So you are given this figure of a lines and you have marks points on it like Q, M, O, N and P. So your questions are Q, M, O, N, P are points on the line MN. Line MN lilla points ano? Yes, they are all on the line MN. Line MN will extend, no? So MN le thanne pedunadana ella points. Next they are asking you MON are points on the segment MN. അപ്പോൾ MON സെഗ്മെൻറ്റ് എമ്മിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇപ്പോൾ ഇവർ ഈ കേസിൽ പി ചോദിച്ചിട്ടുണ്ടെങ്കിൽ പി സെഗ്മെൻറ്റ് എമ്മിൻ്റെ ഉള്ളിലല്ല, ലൈൻ MNലാണ്, പക്ഷേ സെഗ്മെൻറ്റ് MNൽ പി പെടുന്നില്ല. സോ ബി ഈസ് ട്രൂ ബിക്കോസ് MON ആർ ഓൾ ഓൺ ദ സെഗ്മെൻറ്റ്സ് MN. Next they are asking you M and N are end points of line segment MN. Yes, true. O and N are endpoints of line segment OP. അപ്പോൾ OPൻ്റെ endpoints Oയും Pയും അല്ലേ, അപ്പോൾ this is false. M is one of the endpoints of line segment QO. അപ്പോൾ QOൻ്റെ endpoint M അല്ല, so this is also false. M is point on ray OP. Ray OP, ഓന്ന് തുടങ്ങി P ആ സൈഡിലേക്ക് പോകുന്നതാണ് റേ OP. അപ്പോൾ M അതിൽ പോയിൻ്റ് അല്ലല്ലോ, M ബാക്കിലാണ്, ഓൻ്റെ ബാക്കിലാണ്. So we will say this sentence is wrong. Ray OP is different from ray OQ. Ray OP varana, ray OQ varana. Yes, true. Ray OP is same as ray OM. Ray OP ray OM varanallo. So this is false. Ray OM is not opposite to ray OP. Ray OM is not opposite to ray OP. അത് false ആണ്. ray M ഉം ray OP ഉം opposite ആണ്. O is not an initial point of line OP. അപ്പോൾ ഇനീഷ്യൽ പോയിന്റ് ലൈനിന് കുറേ പോയിന്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഇനീഷ്യൽ പോയിന്റ് അല്ല. സോ ഇറ്റ് ഇസ് ട്രൂ. N is the initial point of NP. ഓക്കെ, ഇത് ray NP ആ ചോദിക്കുന്നത്. അപ്പോൾ N initial means starting. അപ്പോൾ N is the initial point of ray NP, so true. And NM, okay, true. NMൻ്റെയും initial point N ആണ്, so it is true. So children, with this we finish your exercise 4.1. Bye.